വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് പ്ലെയിൻ ബിരിയാണി തയ്യാറാക്കാം. അതായത് ഈ ബിരിയാണിയുടെ കൂടെ നോൺ വെജോ വെജിറ്റബിൾസോ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചേർക്കുന്ന കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് ഒരു ബിരിയാണി തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ കൊടുത്തുവിടാൻ പറ്റുകയും ചെയ്യും. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് സൈഡ് ഡിഷും ഇതിൻ്റെ കൂടെ കൊടുത്തുവിടാം. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷ് വേണമെന്നില്ല, റൈത്ത മാത്രം കൂട്ടി വേണമെങ്കിലും നമുക്കിത് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ബസുമതി അരി നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, എളുപ്പം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് വെച്ചതേ ഉള്ളൂ. 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സവാള, ഒരു വലിയ തക്കാളി, കുറച്ച് മല്ലിയില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, പിന്നെ ഹോൾ മസാലയായ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക. പിന്നെ ഞാനിത് തയ്യാറാക്കുന്നത് ഓയിലിലാണ്, വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ബാക്കി എല്ലാ പൊടികളും നമുക്ക് ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും വേണം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു കുക്കർ ചൂടാക്കാം. കുക്കറിൽ ഞാനൊരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ചതച്ചതും, വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക് ചതച്ചതും ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് നല്ല പച്ച മണമൊക്കെ മാറി വരുന്നവരെ ഒരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റും കൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും കൂടെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പ്ലെയിൻ ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് മസാല ചേർക്കേണ്ട ആവശ്യമില്ല. പൊടികളും അതുപോലെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അരി കഴുകി നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. അരിയിൽ ഒട്ടും വെള്ളം പാടില്ല. ഇനി ഇതിൻ്റെ ഈർപ്പമെല്ലാം നന്നായിട്ട് പോകുന്നവരെ അരിയിൽ ഈ മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ 1 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം. അരി നന്നായിട്ട് വെന്ത് ഫൈനലായതിനു ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള വറുത്തതും കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്നൊരു തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. 1 വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് 5 മിനിറ്റ് വെച്ച് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പ്ലെയിൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഞാനിത് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം സ്റ്റീം എല്ലാം പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. നമുക്കിപ്പം നോക്കുമ്പോൾ കുറച്ച് ഒരു ഈർപ്പമുള്ളതുപോലെ തോന്നും. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവും. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. പ്ലെയിൻ ബിരിയാണി നമുക്ക് റൈത്തയോ പപ്പടമോ കൂട്ടി കഴിക്കാവുന്നതാണ്. ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാനും പറ്റിയൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻറ്റ്സ് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ റെസിപ്പി മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.